എല്ലാവർക്കും ലിബർട്ടിയൻ ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് മുനമ്പം വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരിക്കുന്ന അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ എല്ലാവർക്കും അറിയാം. കേരള സമൂഹത്തിന് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. അദ്ദേഹം 80-20 വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി നേടുകയും അത് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളെ സർക്കാർ തലത്തിൽ അറിയിക്കുവാനും നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുവാനും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മുനമ്പം വിഷയവുമായി നമ്മളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുനമ്പത്ത് 12ാം ദിവസം സമരം നടക്കുമ്പോൾ ഞാൻ അവിടെ പോവുകയും, ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ചില അച്ഛന്മാരും പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയുള്ള നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ആന്റണി തറയിൽ അച്ഛനുമായിട്ട് ദീർഘനേരം ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും അവിടെയുള്ള സാധാരണ ജനങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കിടുകയും ചെയ്തു വക്കീലെ. അതിനുശേഷം പല ആളുകളും അവിടെ പോവുകയും ഇപ്പോൾ അവിടെ അതൊരു സാമുദായിക നിറം നൽകുകയും ചെയ്ത ഒരു പ്രക്ഷോഭമായിട്ട് മാറും. അത് കേരള സമൂഹത്തിന് അന്യമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം കേരളത്തില് ഒന്നും ഒരു പ്രത്യേക സമൂഹത്തിന്റെ പ്രശ്നമായിട്ടല്ലല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ജനതയുടെ കേരള സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമായിട്ടായിരിക്കണം നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പം അവിടെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിന്റെ മന്ത്രി വന്നിട്ട് നടത്തിയ പ്രസ്താവനയിൽ അതിന്റെ കൗണ്ടർ മറുപടികളും ഒക്കെ വന്നപ്പോഴേക്കും അതൊരു ക്രൈസ്തവ മുസ്ലിം സംഘർഷ പോലെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ചില ആളുകള്, ചില രാഷ്ട്രീയ നേതാക്കന്മാര് ഇതിനെ വെച്ച് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ അങ്ങയുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ളതെന്ന് പങ്കുവച്ചാൽ. ധരിക്കട്ടെ. ഒത്തിരി സന്തോഷം MTVയിലേക്ക് ഇങ്ങനെ ഒരു ക്ഷണം ലഭിച്ചതിന്, ആദ്യമായി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. മുൻപ് നമുക്കറിയാം, കേരള മനസാക്ഷിയല്ല ഇന്ത്യയുടെ മനസാക്ഷിയെ പോലും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുനമ്പത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു അതിഭീകരമായ അധിനിവേശത്തിന്റെ ചരിത്രം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും വഖഫ് മന്ത്രി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലൂടെ അത് കൂടുതൽ വെളിപ്പെട്ട് കഴിഞ്ഞു. കാരണം അത്തരത്തിലൊരു അധിനിവേശത്തിന് വേണ്ടി ഞങ്ങളെല്ലാം അധിനിവേശ ശക്തികളോടൊപ്പം ഉണ്ട്. ആ കാര്യത്തെ ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരും ഞങ്ങൾ വോട്ട് ചെയ്തവരുമായ ആളുകളോട് ഞങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്ന ഒരു സൂചന തന്നെയാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ സാഹിബ് പോലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയും മറ്റും നമുക്ക് നൽകിയിരിക്കുന്നത്. അത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഭീഷണി തന്നെ അതിന്റെ പുറകിലുണ്ട്. അത് തർക്കമൊന്നുമില്ല. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് നോക്കുവാണെങ്കിൽ വഖഫ് എന്ന് പറയപ്പെടുന്നത് ഖുറാനിൽ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് വഖഫ് എന്നൊരു വാക്ക് ഖുറാനിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ഖുറാനിക്ക് അടിസ്ഥാനമില്ല എന്നാണ് എല്ലാവരും വാദിക്കുന്നത്. ഞാൻ പോലും അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖേന നമുക്ക് ലഭിച്ചൊരു ആയത്തുണ്ട്, ഖുറാനിലെ ഒരു ആയത്ത്. അത് 4-ാം അധ്യായം 131 4:131. അവിടെ പറയുകയാണ്, ആകാശത്തിന് മുകളിലുള്ളതും താഴെയുള്ളതും ഭൂമിയിലും പ്രപഞ്ചത്തിലുള്ളത് സകലതും അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റേത് മാത്രവുമാകുന്നു. അത് വേറെ ആർക്കും അതിനു മേലെ അവകാശമില്ല. നിങ്ങൾ ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ പോലും അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയുകയാണ്. അച്ഛന് എന്നെക്കാളും കൂടുതൽ ഈ വാക്യങ്ങളിലൊക്കെ ആധികാരികതയുള്ള ഒരു വ്യക്തിയാണല്ലോ. ഇതിനെ കുറച്ചും കൂടെ സാധൂകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് തീവ്ര ഇസ്ലാമിക ചിന്തക്കാർ, ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയുന്നവര് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില നിലപാടുകളുമായിട്ട് വഖഫ് സംരക്ഷണ സമിതി എന്നതിന്റെ പേരിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പുറകിലുള്ളത് കാണണമെങ്കിൽ ഈ 4:131 നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിലുള്ള ആയത്ത് 8:39. 8:39 പറയുന്ന ഏത് വിധേനയും പിടിച്ചെടുക്കുക, കീഴടക്കുക, ഏത് വിധേനയും സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് അവരുപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആമുഖമായിട്ട് അച്ഛൻ എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ ഈ മുനമ്പം ഇഷ്യൂ ഒക്കെ കത്തി നിൽക്കാൻ കാരണം ഈ 1995 നിയമത്തിൽ വരുത്താൻ പോകുന്ന 2024 അമെന്റ്മെന്റ് ആണല്ലോ ഈ ചർച്ചയ്ക്കും എല്ലാം നിദാനമായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യഘട്ടത്തിൽ പറയുവാനുള്ളത്, ഒരു അമെന്റ്മെന്റ് കൊണ്ട് മാത്രം മാറുന്ന ഒരു ഇഷ്യൂ അല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് വഖഫ് എന്ന് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം
വഖഫ് നിയമം ഇല്ലാതായതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. വഖഫ് നിയമത്തിൽ ഒരു അമെന്റ്മെന്റ് വന്നതുകൊണ്ട് അവർക്കത് അള്ളാഹുവിന്റെ അല്ലാതാകുന്നില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും, ഇപ്പൊ ഞാനിരിക്കുന്ന എന്റെ ഓഫീസും അച്ഛനിരിക്കുന്ന അച്ഛന്റെ നിലമ്പൂരിലെ ഓഫീസും അച്ഛനായിരിക്കുന്ന ഇടങ്ങൾ പോലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഖുറാൻ പ്രകാരം, ഖുറാൻ പ്രത്യേകിച്ച് 4:131 പ്രകാരം അത് അള്ളാഹുവിൻ്റെതാണ്, നമ്മുടെ ഒന്നുമല്ല. അതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ഈ ഖുറാൻ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ നമ്മൾ പുറത്താണ്, നമ്മൾ ഏത് സമയത്ത് അവർക്ക് പുറത്താക്കാം. ഈ ഒരു നിയമം ഈ ഒരു അടിസ്ഥാന പ്രമാണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം വെറും ഒരു അമെന്റ്മെന്റ് കൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇത് ഇല്ലാതാകണമെങ്കിൽ ഒന്ന്, ഇന്ത്യയിൽ വഖഫ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം നിർമ്മാണം നടക്കണം. അതിന് വഖഫ് ആക്ട് എടുത്തേ കളയണം. രണ്ട്, ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അത് പേഴ്സണലായിട്ട് ഉപയോഗിക്കാം, പക്ഷെ അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ അല്ലെങ്കിൽ ഐക്യത്തിനോ ഇവിടുത്തെ മതേതര മൂല്യങ്ങൾക്ക് വിഘാതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിബന്ധനകളും നിയമനിർമ്മാണങ്ങളും നടത്തപ്പെടണം. അല്ലാതെ ഇത് ഒരിക്കലും മാറ്റപ്പെടില്ല. അത് അവിടെ നിൽക്കട്ടെ അച്ഛൻ. അല്ല, അതിനകത്ത് വക്കീൽ പറഞ്ഞ കാര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ശരീഅത്ത് നിയമമില്ല. ശരീഅത്ത് നിയമമുള്ളിടത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത്. നമുക്കുള്ളത് ഒരു നല്ല ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങളെല്ലാം തന്നെ, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വത്തുക്കൾ അവകാശപ്പെടുത്താനും അതിനകത്ത് പരിരക്ഷിക്കാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ, ഈ ആയത്തുകളൊന്നും തന്നെ ഇന്ത്യയെ സംബന്ധിച്ച്, മതേതരത്വ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രായോഗികമാകില്ല. അത് എങ്ങനെയെങ്കിലും മാറ്റി ശരീഅത്ത് നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ഇതിന്റെ പിന്നിൽ ഈ ഇപ്പോഴത്തെ ഈ മുനമ്പം പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. മന്ത്രിയും അത് സമ്മതിക്കുന്നുണ്ട്. മറ്റാളുകളും ഒക്കെ ഇപ്പൊ ആ കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട അതിന്റെ ജനറൽ സെക്രട്ടറി, അതിന്റെ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് അതിന്റെ സംരക്ഷണ സമിതിക്കാരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടി വരുന്നത് എന്നുള്ളത് വക്കീല് പറഞ്ഞ ആ ഘടകമാണ് ശരി. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ നിയമ സംഹിതകളെ സംബന്ധിച്ചിടത്തോളം അത് അസാധുവാണ് എപ്പോഴും. അതൊരിക്കലും പ്രായോഗികമാക്കാൻ പോകുന്നില്ല, അത് നമുക്കറിയാം. എന്നാൽ ഇപ്പൊ ഈ മുനമ്പത്തെ വിഷയം, അതിനൊരു വർഗീയ ചൊവ പല മേഖലകളിൽ നിന്ന് വരുന്നു. ക്രൈസ്തവ സമൂഹത്തിലെ, പ്രത്യേകിച്ച് ക്രൈസ്തവ പുരോഹിതന്മാര്, നമ്മളടക്കമുള്ള ആളുകളൊക്കെ അവിടെ പോവുകയും അവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ വേദനകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കിയത്, അവിടുത്തെ ക്രൈസ്തവർ മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ ക്രൈസ്തവർ മാത്രമല്ല, അവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ വിശ്വാസികളും അവിടെയുണ്ട്. അപ്പൊ എല്ലാവരുമുള്ള ഒരു സമൂഹത്തിന്റെ പ്രശ്നത്തെയാണ് നമ്മൾ കേരള സമൂഹത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അതിനെതിരെയാണ് നമ്മൾ ശബ്ദിച്ചത്. എന്നാൽ അതിനെ ഒരു വർഗീയ ചൊവ്വ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ഇപ്പൊ മന്ത്രി അത് പറഞ്ഞു, എന്നാൽ വേറെ ഒരു കൂട്ടർ വന്നിട്ട് അവിടെ പ്രസംഗിച്ചത് ഞാൻ കേൾക്കാനിടയായി, ഇത് ക്രൈസ്തവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് എന്ന്. അതിനോട് വക്കീൽ എങ്ങനെയാണ് യോജിക്കാൻ കഴിയുമോ? അച്ഛൻ ഇതിലേക്ക് ഞാൻ വരാം. അച്ഛൻ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ അച്ഛൻ. അതായത് ഒന്ന്, ശരീഅത്ത് നിയമം ഇന്ത്യയിൽ ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞു. ശരിയാണ്, ശരീഅത്ത് നിയമമില്ല. പക്ഷെ ഇന്ത്യയിൽ ഇസ്ലാം ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ശരീഅത്ത് നിയമം വെച്ച് തന്നെയാണ്. അത് അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല, യാതൊരു തർക്കവുമില്ല. അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവര് ഇവിടെ ശരീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്. രണ്ട്, ക്രൈസ്തവ മേലധ്യക്ഷന്മാരും അഭിമന്യ പിതാക്കന്മാരും വൈദികരും എല്ലാം മുനമ്പത്ത് പോയത് ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുവാനല്ല, നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാനോ. നീതി, ഭരണഘടന ഉറപ്പു നൽകുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടർണിറ്റി, ആ നീതി, സുവിശേഷം മുറുകെ പിടിക്കുന്ന നീതി, പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നുകൊണ്ട്, വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കും, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ക്രിസ്തു നൽകിയ ആ ധീരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അഭിമന്യ മെത്രാന്മാരും വൈദികരും വിശ്വാസികളും എല്ലാം അവിടെ ചെല്ലുന്നത്. അതിനകത്ത് നീതിയുടെ പക്ഷമാണ്, അത് യാതൊരു തർക്കവുമില്ല. അവരെല്ലാം പോയിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയായിട്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകാനല്ല, ഏതെങ്കിലും മത സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യാനല്ല. അവര് പോയിരിക്കുന്നത് ആ ദേശത്ത് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പിന്തുണ നൽകുന്നതിനും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകുന്നതിനും വേണ്ടിയാണ്. അച്ഛനും
ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ. അച്ഛൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തീർച്ചയായിട്ടും ഭാഗമായിട്ടല്ലല്ലോ പോയത്. ഒന്നുമല്ല. അതുകൊണ്ട് അഭിനന്ദ പിതാക്കന്മാർ പോയതിനെ രാഷ്ട്രീയമായിട്ട് വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ അത് ഏറ്റവും തരംതാണ നിലപാടാണ്. അത് ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇലക്ഷൻ സമയമൊക്കെ ആയതുകൊണ്ട് അതിനെ അങ്ങോട്ട് ഉപയോഗിക്കുന്നെന്ന് മാത്രം. അതിനകത്ത് ഒരു യാഥാർത്ഥ്യമൊന്നുമില്ല, ഒരു യാഥാർത്ഥ്യമില്ല അച്ഛൻ. ഇനി അച്ഛൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിനെ വർഗീയമായിട്ട് ദുരുപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണം മാത്രമാണ്. ഞാൻ അതിനെ അല്പം വേദനയോടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ മുനമ്പം സമരം തുടങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യത്തോളം ഞാൻ ആ ഭാഗത്ത് വിസിറ്റ് ചെയ്യുകയും ഡീറ്റെയിലുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ആദ്യം ഇന്ന് വരെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പരസ്യമായിട്ട് അവിടെ പോയി പ്രസ്താവന ഇറക്കാനോ അവിടെ പോയി പ്രസംഗിക്കാനോ നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നും എന്നും ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും മാറി നിന്നു എന്ന് വെച്ചാൽ, ഇന്ന് മുനമ്പത്തെ ആ സമരപ്പന്തലിനെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ പാർട്ടിയിലേക്ക് ആളെ കയറ്റുന്നതിന് വേണ്ടി അവിടെ മെമ്പർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുല്യമായ ഒരു സമരപ്പന്തലായി മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ഇവര് പറയുന്നത് പോലെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും സംഘപരിവാറൊക്കെ നേതൃത്വം നൽകുന്ന BJPയുടെ നേതൃത്വത്തിലൊക്കെ നടത്തപ്പെടുന്ന ഇത്തരം നീക്കങ്ങളിൽ ഞാൻ പേരെടുത്ത് പറയുകയാണ്, അതിനകത്ത് നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു NDA ചായ്വ്, ഒരു സംഘപരിവാർ ചായ്വ് സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നടന്ന ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ ഇതിനെ 2-3 രീതിയിൽ ഖണ്ഡിക്കുകയാണ്, 2-3 രീതിയിൽ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റാറ്റിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1995 ഈ നിയമം നിലവിൽ വന്നു. ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്, PV നരസിംഹറാവു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്നത് ഈ നിയമം പാസ്സാകുന്ന സമയത്ത് വാജ്പേയിയാണ്. അതിനു മുമ്പുള്ള 2 വർഷം അദ്വാനിയായിരുന്നു. നിയമം പാസ്സാകുന്ന സമയത്ത് വാജ്പേയിയാണ്. അന്നത്തെ കോൺഗ്രസിന്റെ അംഗസംഖ്യ, ലോക്സഭയിലെ അംഗസംഖ്യ 252 അന്ന് BJPയുടെ അംഗസംഖ്യ 121. ഇവരെല്ലാവരും ഒന്നിച്ച് കൈപൊക്കിയിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണത്, അല്ലെന്ന് അവർ പറയട്ടെ. ഇനി 2, അത് 10ാം ലോക്സഭ. അതിനകത്ത് BJPയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അന്ന് അവരെല്ലാം നിശബ്ദരായിട്ടിരുന്നു. ഇനി അത് 10ാം ലോക്സഭ. ഇനി 15ാം ലോക്സഭയിലാണ് 2013 അമെന്റ്മെന്റ് പാസ്സാകുന്നത്. ഏറ്റവും ഭീകരമായ രീതിയിലുള്ള അമെന്റ്മെന്റ് പാസ്സാകുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന മൻമോഹൻ സിംഗ് ആണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജാണ്. അന്ന് കോൺഗ്രസിന് 206 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. കോൺഗ്രസിന് അന്ന് UPAക്ക് മൊത്തം 262 പേരേ ഉള്ളൂ. UPA മൊത്തം 262. അന്ന് NDA BJP 117 ഉണ്ട്, NDA 167 ഉണ്ട്. ആ സമയത്തും ചെറിയ രീതിയിലുള്ള 1-2 തിരുത്തലുകൾക്ക് വേണ്ടി വാദിച്ചെന്നല്ലാതെ ഇവരാരും അന്ന് സ്ട്രോങ് ആയിട്ട് എതിർത്തില്ല. ഒന്നിച്ചു നിന്ന് ഈ നിയമത്തെ അനുകൂലിച്ചു. ഇനി പോട്ടെ, അങ്ങനെ പോട്ടെ. അതിനുശേഷം 16, 17, 18 ലോക്സഭകൾ, ഇപ്പൊ 18 ലോക്സഭയാ. 16, 17 ലോകസഭകളിൽ പ്രതിപക്ഷ നേതാവില്ലാതെ മൃഗീയ ഭൂരിപക്ഷത്തില് 300-ന് മേലെ 353, ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം 303 അംഗങ്ങളായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട്, ഇപ്പോൾ 240 ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് ഈ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായിരുന്ന ദേശങ്ങൾ അടക്കം വഖഫിന്റെ കീഴിലേക്ക് പോയി. ഏകദേശം 9 ലക്ഷത്തോളം പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ വഖഫിന്റെ കീഴിലേക്ക് പോയിട്ട് നോക്കി നിന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധികളാണ് ഈ മുനമ്പത്തെ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നീതി നേടിത്തരാന്ന് പറയുന്നത്. ഇതിനകത്ത് എവിടെയാണ് ന്യായമുള്ളത്? ശരിക്കും ഒരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ഇതിനകത്ത് ജനങ്ങളെ ചാക്കിട്ട് പിടിക്കാനും ആളുകളുടെ കണ്ണ് കെട്ടി കൺകെട്ട വിദ്യ കൊണ്ട് ആളുകളെ തങ്ങളുടെ പോക്കറ്റിലേക്ക് എടുക്കാൻ തക്കവണ്ണം വളരെ ആസൂത്രിതമായിട്ട് സംഘകുടുംബം നടത്തുന്ന ഒരു പ്രഖ്യാപിത പരിപാടിയായിട്ട് തന്നെ നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ടി വരും, അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇനി ഈ മുനമ്പത്തിന്റെ അതേ സമയത്ത് തന്നെ ഉയർന്ന ഇഷ്യൂ ആണല്ലോ തളിപ്പറമ്പിലുള്ളത്. ഈ മുനമ്പത്തെക്കാളും ഭീകരമാണ് തളിപ്പറമ്പില്. 600 ഏക്കർ സ്ഥലം തളിപ്പറമ്പ് ടൗൺ മുഴുവനുണ്ട്. അതിനകത്ത് മുസ്ലിം പള്ളികളുണ്ട്. ഏറ്റവും വലിയ ക്ഷേത്രം, തച്ചമ്പല ക്ഷേത്രമൊക്കെ അതിനകത്ത് ഇരിക്കുകയാണ്. ക്ഷേത്രം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളി, മോസ്ക്, ഇതെല്ലാം. അതുപോലെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന RSSനും ഈ ഹിന്ദുത്വയ്ക്കും ഒക്കെ നല്ല സ്വാധീനമുള്ള നല്ലൊരു ഏരിയ. ആ ഏരിയയിൽ എന്താ ഇവർ സമരം നടത്താത്തത്? അവിടെ പോയി എന്താ പന്തല് കെട്ടാത്തത്? ഇവിടെ 4 ഉള്ളൂ, അവിടെ 600 ഏക്കറേ ഉണ്ട്.
അവിടെ അവിടെ 600 ഏക്കറും ഉണ്ട്. 600 ഇവിടെ 600 വീട്ടുകാരുള്ളെങ്കിൽ അവിടെ അതിനപ്പുറത്തേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേഷനിലെ ഭൂരിപക്ഷം വാർഡുകളും ഇതിനകത്താണ് കിടക്കുന്നത്. ഒരു കോർപ്പറേഷൻ ഒരു മുനിസിപ്പാലിറ്റി മുഴുവൻ, മുനിസിപ്പാലിറ്റി മുഴുവൻ അതിനകത്താണ് കിടക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ വെറും 610 വീട്ടുകാർക്ക് വേണ്ടി ഇത്രയും കാണിക്കുന്ന ആവേശം എന്താ അവിടെ ഈ തളിപ്പറമ്പിൽ കാണിക്കാത്തത്? അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ ചതി കിടക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ അല്പം കടുകട്ടിയായിട്ട് പറയാണ്. പറയണം, കാരണം നമ്മൾ ഇവിടുത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിലിരിപ്പുകൾ എന്താണെന്നുള്ള നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട് നമുക്ക് ആർക്കും ഒരു മടിയില്ല. എന്നാൽ വേറെ മറ്റേ സൈഡിലുള്ള അവരുടെ കൺകെട്ട് വിദ്യകൾ എന്താണെന്നുള്ളത് ലോകം മനസ്സിലാക്കാതിരിക്കാൻ തക്കവണ്ണം അവര് പുകമറ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ വേറെ ആരോ സംസാരിക്കുക. അതുകൊണ്ട് വക്കീൽ കാര്യങ്ങൾ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ പറഞ്ഞാട്ടെ, കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ഞാൻ രണ്ടാമത്തെ മേഖല അതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാം. അതായത് ലത്തീൻ സഭ എന്നും ഒരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷ സമൂഹവും എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ്. അതല്ലെങ്കിൽ ബാക്കിയുള്ളത് കോൺഗ്രസ് ആണ്. കടുകട്ടി കോൺഗ്രസ്സുകാരും കടുകട്ടി ഇടതുപക്ഷ നിലപാടുകാരുമായിരുന്നു ലത്തീൻ സഭ. ഈ സഭയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന ഒരു സമരം മാത്രമാണ് ഏത് മുനമ്പം ചേറായി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്നതിന്റെ പേരിൽ നടത്തപ്പെടുന്ന സമരം. അത് ഈ ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ ഇടത്തോട്ടും LDF-ലേക്കും UDF-ലേക്കും പോകുന്ന വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ വിഘടിതം പണ്ട് കേരള കോൺഗ്രസുകൾ ചെയ്തതുപോലെ ചെയ്യുക എന്നൊരു മനോഹരമായ തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ വിഭാഗം ആളുകളിലേക്കും, പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരെ നടത്തുന്ന ഈ ഇസ്ലാമിനെതിരെ നീക്കം നടത്തുന്നു എന്ന് ഞാൻ പറയുമ്പോഴും നടത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവരാരും ഇതിനെ തള്ളി പറയുന്നില്ല. ഇസ്ലാമിക നേതൃത്വങ്ങളോ മുസ്ലിം ലീഗിന്റെ നേതൃത്വങ്ങളോ ഈ സമസ്ത പോലുമോ ഇത്തരത്തിൽ തീവ്രവാദികള് നടത്തുന്ന നീക്കങ്ങളെ തള്ളിപ്പറയാത്തോടത്തോളം കാലം എന്റെ മുസ്ലിം സമൂഹത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ നീങ്ങും. ആ വികാരം മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ BJP നടത്തുന്ന നീക്കം അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന നീക്കം എന്ന് പറയപ്പെടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ, പരമ്പരാഗതമായ മേഖലകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് തീരദേശത്തെ മഹാഭൂരിപക്ഷം ഏകദേശം 60 മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്ന ലത്തീൻ സഭയുടെ വോട്ടുകളെ ഛിന്ന ഭിന്നമാക്കി തീരദേശ മേഖല, പ്രത്യേകിച്ചും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങള്, ആലപ്പുഴ, ആറ്റിങ്ങൽ പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളെ സ്വാധീനത്തിലേക്ക് എടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് RSSന്റെയും BJPയുടെയും പുറകിൽ, ഈ സമരത്തിന്റെ പുറകിലുള്ളത്. അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ പറഞ്ഞ അല്ല, അപ്പൊ അതിനകത്ത് ലത്തീൻ സഭ മാത്രമല്ല അതിനകത്ത് വീഴുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിൽ ലത്തീൻ സഭ മാത്രമല്ല, കാരണം ഇത് കൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുക ഫേസ്ബുക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത് പ്രചരിക്കുമ്പോൾ സാധാരണപ്പെട്ടതായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ അവർ ചിന്തിക്കും ഞങ്ങളുടെ സൃഷ്ടങ്ങളാണല്ലോ, വിശ്വാസികളാണല്ലോ, സഹവിശ്വാസികളാണല്ലോ, അവർക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളും അവരോടൊപ്പം നിൽക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതി എല്ലാ ക്രൈസ്തവ സമൂഹത്തിലും ഉണ്ടാകാനും അത് സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ധ്രുവീകരണം വരുത്താനായിട്ടും മത ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ടും ഇടയാകുകയും ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവരുടെ ലക്ഷ്യം ജനനന്മയല്ല. ഇവരുടെ ഈ പറയുന്ന ആളുകളുടെ ആരുടെയും ലക്ഷ്യം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനമോ നിലനിൽപ്പോ അല്ല. അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നവർക്ക് ഒരു മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചുകൊണ്ട് ഒരു പുരാതന ഭാരതം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആർഷ ഭാരതം എന്ന് പറഞ്ഞാൽ അടിമത്തം നിലനിൽക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, ജാതീയതയുടെയും വർഗവെറിയുടെയും വർണ്ണവിവേചനത്തിന്റെയും കീഴിൽ നിലകൊള്ളുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം ചാതുർവർണ്ണയങ്ങളുടെ കീഴിൽ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഒരു ഇന്ത്യ സ്വപ്നം കണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ചിന്തകളുടെ ബാക്കിപത്രമാണ് ഇപ്പോൾ ഈ മുനമ്പത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തെ അദാനി പോർട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീടും സ്ഥലവും നഷ്ടപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്ത് തുടങ്ങി. അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയി. അവിടെ വൈദിക സമൂഹവും രൂപതകളും സഭയും വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തു. എന്ന് അവിടെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഇടയിൽ സപ്പോർട്ടുമായിട്ട് കയറി വന്നു. അന്ന് ആ സമരം പൊളിഞ്ഞു. അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു. ഇവിടെ ഈ മുനമ്പത്തിൽ അവിടെ വേറൊരു കാര്യം കൂടെ നടന്നു നോക്കിയില്ലേ? ഇടതുപക്ഷവും NDAയും കൂടെ അല്ലെങ്കിൽ BJPയും കൂടെ ഒരുമിച്ച് അവിടെ സമരം ചെയ്തു. കൈകോർത്ത് വെച്ച് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും
അവിടുത്തെ BJP-യുടെ പ്രസിഡന്റും കൂടെ ഒരുമിച്ച് കൈകോർത്താണ് ഇവിടെ സമരം നടത്തിയതെന്നും കൂടെ ക്രൈസ്തവർക്കെതിരെ സമരം നടത്തിയത്. ഇവിടെയും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയും ഈ മുനമ്പം നിവാസികള്, പാവപ്പെട്ട മുനമ്പം ജനത സമരം തുടങ്ങിയത് നല്ല ലക്ഷ്യത്തോടെയാണ്, നന്നായിട്ടാണ് പോകുന്നത്. അവരുടെ ലക്ഷ്യത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് രാഷ്ട്രീയം കലർത്തി ഇതിനെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിലൂടെ തന്നെ ഈ സമരം പൊളിയും. കാരണം ഇതിനകത്തുള്ള ഈ സമരസമിതിക്കകത്ത് തന്നെ ഇപ്പോൾ ഓൾറെഡി സ്പ്ലിറ്റുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ചിന്താഗതികൾ മാറ്റം വന്നു തുടങ്ങി. ഇത് തന്നെയാണ് ഈ നേതൃത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ലക്ഷ്യം സ്പ്ലിറ്റ് ആക്കുക. ഒരിക്കലും ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിൽക്കാൻ, സംഘടിച്ചു നിൽക്കാൻ അവരെ അനുവദിക്കാതിരിക്കുക, അവരെ ഭിന്നിപ്പിക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറാവാത്തടത്തോളം കാലം മുനമ്പം വിഷയമാണേലും മറ്റേത് വിഷയമാണേലും പരിഹരിക്കപ്പെടാൻ സാധിക്കില്ല. മുനമ്പം ജനത ഈ ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള നാളുകളിലെങ്കിലും സമരവുമായിട്ട് മുന്നോട്ട് പോകണം. അവര് ശരിക്കും ചെയ്യേണ്ടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തണമായിരുന്നു. കാരണം 3 മുന്നണികളും ചതിയ ചെയ്തേക്കുന്നത്. UDF-ഉം ചതിച്ചിട്ടുണ്ട്, LDF-ഉം ചതിച്ചിട്ടുണ്ട്, NDA-യും ചതിച്ചിട്ടുണ്ട്. ഈ 3 മുന്നണികളെ മാറ്റി നിർത്തി ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇത് വിജയം വരിക്കേണ്ടതിന് പകരം ഇതൊരു രാഷ്ട്രീയ ചായ്വിലേക്ക് പോയതിലൂടെ തന്നെ ആ സമരം പതുക്കെ പരാജയത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്ന കോംപ്രമൈസ് ഫോർമുലകളൊക്കെ ആ ഒരു പരാജയത്തിന്റെ ഇത് തന്നെ കാണിക്കുന്നത്. കാരണം കാസർഗോഡ് ഒരു 400 ഏക്കർ സ്ഥലം മുസ്ലിംസിന് പകരം കൊടുത്തിട്ട് പകരം ഇതാക്കാന്ന് പറയുമ്പോഴും ഈ സ്ഥലം ഒരിക്കലും വക്കഫല്ലാതെ ആകുന്നില്ല. ഒരു കോടതി വിധിയിലൂടെ മാറ്റപ്പെടാത്തോടത്തോളം കാലം വക്കഫാണ്. അപ്പൊ അവർക്ക് വെറുതെ ഫ്രീ ആയിട്ട് ഒരു 400 ഏക്കറും കൂടെ കിട്ടാൻ സർക്കാർ ഇടവരുത്തി കൊടുക്കുകയാണ്. അതൊക്കെ വലിയ ചതിയാണ്, വലിയ വഞ്ചനയാണ് നടക്കാൻ വേണ്ടി പോണത്. ഇതൊക്കെ തിരിച്ചറിയണം. എല്ലാ സെറ്റിൽമെന്റ് ഫോർമുല, ചിലപ്പോൾ നികുതി അടച്ച് നിങ്ങൾ പ്രവർത്തനം തുടർന്നോ, നിങ്ങൾ നികുതിയൊക്കെ എടുത്തോളാം എന്നൊരു ഓർഡർ വന്ന് അവർ എടുക്കാം. പക്ഷെ അപ്പോഴും അവർക്ക് ശാശ്വതമായി പരിഹാരമാകുന്നില്ല. സർക്കാരുകളും അവരെ ചതിക്കുകയാണ്. അത് കേന്ദ്രമാണേലും കേരളമാണേലും ഇതിനെല്ലാം വളമിട്ട് കൊടുത്ത കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാരാണേലും ചതിക്കുകയാണ്. ഈ ചതി തിരിച്ചറിഞ്ഞവർ പോകുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ കാര്യത്തിൽ അവർക്ക് നീതി ലഭിക്കത്തില്ല. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഇനി മൂന്നാമത്തെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ മുനമ്പം സമരപ്പന്തലിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പ്രസംഗിക്കുന്ന, പ്രത്യേകിച്ചും ഈ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല രാഷ്ട്രീയ നേതാക്കന്മാരും പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പാട്ടഭൂമിയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സത്തസേന പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്, അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. കൊച്ചി രാജാവ് 1902 കൊടുത്തതാണ് പാട്ടഭൂമി. ഈ സാധനം, ഈ ഒരു വാക്കാണ്, ഈ പാട്ടഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നത് എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചതി ഇതിനകത്ത്. ഇത് എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നത് എന്ന് വിചാരിച്ചാൽ നാളെ എന്ത് സംഭവിക്കുന്ന തരത്തില്ല. എന്നാലും ഞാൻ പറയാം. അതായത് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെയും മലബാറിലെയും തെക്കൻ കേരളത്തിലെയും എല്ലാം കുടിയേറ്റ ഭൂമികള്, മലയോര ഭൂമികള് മുഴുവൻ പാട്ടഭൂമികളായിരുന്നു. കേരളത്തിലെ മുഴുവൻ ഭൂമികളും പാട്ടഭൂമികളാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദേവസ്വങ്ങളോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ രാജാക്കന്മാരോ പാട്ടത്തിന് കൊടുത്ത ഭൂമികളാണ്. ആ പാട്ടത്തിന് കിട്ടിയ ഭൂമിയിലാണ് പിന്നീട് കൈവശ അവകാശം ഉറപ്പിക്കുന്നതും പട്ടയം വാങ്ങുന്നതും ഇന്ന് താമസിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഈ പറയുന്ന മുനമ്പത്തെ ഭൂമി പാട്ടഭൂമിയാണ്. പാട്ടഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിനോ അതല്ലെങ്കിൽ ഒരു കോടതി വിധിയോ സമ്പാദിച്ചെടുക്കുക എന്നത് സംഘപരിവാറിന്റെ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു 70% വരുന്ന ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങള് താമസിക്കുന്ന ഏരിയകളിൽ നിന്ന് മുഴുവൻ അവരൊഴിഞ്ഞു പോകേണ്ടി വരും. അവർക്ക് നിലനിൽപ്പില്ലാതെ വരും. അവരിവിടെ കുടിയെടുപ്പുകാരായിട്ട് മാറും, ഔദാര്യത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. കാരണം എന്താ? ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് പാട്ടഭൂമിയാണ്. ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനൊരു കുഞ്ഞു ഉദാഹരണം, ഈ പാലാ പൂവരണിയില് ഒരു 300 ഏക്കർ സ്ഥലം, കോട്ടയം ജില്ലയിലെ പാലായിൽ പൂവരണി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു 300 ഏക്കർ സ്ഥലം, ഇടുക്കി കോട്ടയം ജില്ലകളുടെ ബോർഡർ, 300 ഏക്കർ സ്ഥലമാണ് കോടതി വിധിയിലൂടെ തിരിച്ചു പിടിച്ച് പൂഞ്ഞാർ ക്ഷേത്ര വിഭാഗത്തിന്റെ, പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ ഭാഗമായിരുന്ന ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പിടിച്ച് പോക്കുവരവ് നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത്. ഈ മുനമ്പം വിഷയത്തിന്റെ ചർച്ചയുടെ ഇടയിൽ അതെല്ലാം മുങ്ങിപ്പോയി. അവര് പോക്കുവരവ് നടത്തി കഴിഞ്ഞു. ഇതുപോലെ പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും മിണ്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല.
ഇത് എങ്ങനെ വളരെ കിട്ടും? കർക്കശമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം, നമ്മളെ വേദനയോടുകൂടി കേൾക്കേണ്ടുന്ന ഒരു വിഷയം. ചർച്ച എല്ലാ മനുഷ്യരും കേരളത്തിലെ, ഇപ്പൊ വക്കീൽ പറഞ്ഞു വളരെ കറക്റ്റാ. ഇപ്പൊ അവിടെ മാത്രമല്ല, ഇവിടെ ഇപ്പൊ മലബാർ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോവിലകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോവിലകംകാര് വളരെ നല്ല മനുഷ്യരാണ്. അവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഇവിടെയൊക്കെ കുടിയേറി വന്നിരിക്കുന്ന എല്ലാവരും. അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ വാസ്തവത്തിൽ വക്കീൽ ഇപ്പൊ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടല ഉണ്ടാക്കുന്നു. പറഞ്ഞാണ് വക്കീലെ. അതായത് ഈ തൃശ്ശൂരുള്ള കൃഷ്ണരാജ് വക്കീലിന്റെ നേതൃത്വത്തില് ഹിന്ദു ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒക്കെ പൂർണ്ണ സപ്പോർട്ടോടെയും പിൻബലത്തോടെയും, അതിനകത്ത് ഇപ്പോൾ ക്രിസംഗികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ വിശേഷിപ്പിക്കുന്ന ചിലരുടെയൊക്കെ മാനസിക ആത്മീയ പിന്തുണയോടെ, ശാരീരിക പിന്തുണയോടെ, ഭൗതികമായ പിന്തുണയോടെ ഇന്ന് കേരളത്തിൽ എത്രയോ കേസുകൾ നടത്തുന്നു. അതിന്റെ പുറകെ റിസർച്ച് നടത്തിപ്പോ അച്ഛനൊക്കെ റിസർച്ച് നടത്തുന്നവരല്ലേ, ഒന്ന് നടത്ത്. കേരളത്തിൽ ക്ഷേത്രങ്ങളും പള്ളികളും ഈ പണ്ടത്തെ കൃഷിഭൂമികളടക്കം, പ്രത്യേകിച്ച് മഞ്ചേരി താലൂക്ക്, മണ്ണാർക്കാട് താലൂക്ക് ഒക്കെ നിലകൊള്ളുന്ന മേഖലകളിൽ, അതുപോലെ കണ്ണൂരിന്റെ ചില മേഖലകൾ ഒക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമയുദ്ധം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞവര്. അതിന് സംശയം ഉണ്ടെങ്കിൽ ഈ കൃഷ്ണരാജ് വക്കീലിന്റെ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ വായിച്ചാൽ മതി. അദ്ദേഹം എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അറിയോ? നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രഭൂമികളും പുണ്യസ്ഥലങ്ങളും ഹൈന്ദവ അവകാശ സ്വത്തുക്കളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയെല്ലാം നീങ്ങുന്നത്. വേറൊരു വശത്ത് സംരക്ഷണ സമിതി എന്നും പറഞ്ഞ വഖഫ് ബോർഡിന്റെ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു വിഭാഗം വർക്ക് ചെയ്യുന്നു. പക്ഷേ അത് ലോകത്തിൽ ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ വലിയ ഒരു എന്താ പറയാ ധ്രുവീകരണം ഓൾറെഡി ഉണ്ടാക്കി ആളുകളുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്നു. ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്ത വിധത്തില് മാധ്യമങ്ങളെല്ലാം തന്നെ അവരെ മൂടിക്കെട്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതെ അതെ, സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഇല്ലാത്തതുണ്ടല്ലോ, ക്രിസ്ത്യൻ ദേവാലയ സംരക്ഷണ സമിതികളില്ല, ക്രിസ്ത്യൻ പള്ളികൾ. കർത്താവിന്റെയാണ് പള്ളി. അതെ അതെ, അത് മാത്രമാണ് ഇവിടെ ഇല്ലാത്തത്. ഇതൊക്കെ പറയെങ്കിലും ഇപ്പൊ ഈ മുസ്ലിംസിനെതിരെ സമരം നടത്തുന്ന സംഘപരിവാർ ശക്തികൾ, അച്ഛൻ ഇപ്പൊ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, മുസ്ലിം ജാഗരണ മഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ സംഘപരിവാറിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, മുസ്ലിം ജാഗരണ മഞ്ച്. 5 കോടിയിലധികം, 10 കോടിക്ക് 5 കോടിക്കും 10 കോടിക്ക് ഇടയ്ക്ക് ആളുകൾ അതിനകത്ത് മെമ്പർമാരുണ്ട്. ഇത്രയും വർഗീയമായിട്ട്, ഇത്രയും ഭീകരമായിട്ട് ഇതുപോലെ സമൂഹത്തിൽ ഒരു അന്തചിത്രം ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ, സമാധാനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി കളിക്കുന്ന ഈ ടീമുകളുടെ നേതൃത്വത്തില് മുസ്ലിം ജാഗരണ മഞ്ച് എന്ന് പറയപ്പെടുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ നേതൃത്വത്തില് വലിയ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇവർ ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമങ്ങൾ മാറ്റപ്പെട്ടില്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവർക്കും അവരുടെ വോട്ടില്ല ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് മദ്രസയിലെ അധ്യാപകർക്ക് ഒറ്റയടിക്ക് 16,000 രൂപ ശമ്പളം കയറ്റി കൊടുത്തു. 400 കോടിയാണോ 4,000 കോടി രൂപയാണോ മദ്രസകളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ വിട്ടുകൊടുത്തു. ആര് ഭരിക്കുന്ന സർക്കാരാ? എൻ ഡി എ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. അല്ല, എന്നിട്ട് ഇതേ നാവ് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പം പിന്നെ ജാർഖണ്ഡിൽ പോയിട്ട് നമ്മുടെ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംവരണവും നൽകയില്ല, BJP ഗവൺമെന്റ് നൽകയില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ശരിക്കും എന്താ ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുക? അവിടെയാണ് അതാണ് ഈ ചതി തിരിച്ചറിയാൻ ജനം ഇത് പഠിക്കുന്നില്ല. ജനം ആകെപ്പാടെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഗുണ്ടുകൾ മാത്രം കേട്ട് സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റി, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റാഗ്രാം ഒക്കെ പുറത്തുവിടുന്ന വാർത്തകളിൽ മാത്രം വിശ്വസിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനത ഇപ്പോൾ വർഗീയമായിട്ട് ഞാൻ പലപ്പോഴും പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ നിലമ്പൂർക്കാണ് പോകേണ്ടതെങ്കിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഏത് ബസ്സാണെന്ന് നോക്കുകയല്ല, ചിലപ്പോൾ KSRTC ആയിരിക്കാം, പ്രൈവറ്റ് ആയിരിക്കാം, ഞാൻ ആ ബസ്സിൽ കയറും, നിലമ്പൂർ ബോർഡാണ് ഞാൻ നോക്കുന്നത്. ഇന്ന് അതിന്റെ പേരാ നോക്കുക. അവിടെ എന്ത് പേര്? ക്രിസ്തുരാജാണോ, അതല്ലെങ്കിൽ മയിൽവാഹനമാണോ, അല്ലമീനാണോ, കാർത്തികേയനാണോ? ഇന്ന് നോക്കിയിട്ട് ഇന്ന് വാഹനത്തെ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തെ എത്തിക്കുന്നതിൽ സംഘപരിവാർ ശക്തികൾ അതിമനോഹരമായിട്ട്, അത് ഇസ്ലാമിസ്റ്റുകളെക്കാളും കൂടുതൽ സംഘപരിവാർ ശക്തികൾ വിജയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശുവല്ല, ആ തീവ്രവാദത്തെ തീവ്രവാദം എന്ന് വിളിക്കുമ്പോൾ തന്നെ 1921 ആ പ്രശ്നമാണല്ലോ ഇങ്ങനൊരു RSS മൂവ്മെന്റ് ഉണ്ടാക്കാൻ തന്നെ ഇടയായിത്തീർന്നത്. അപ്പൊ ഇസ്ലാമിസ്റ്റുകളെ നമുക്ക് ആ വിധത്തില് ഒരു വിധത്തിലും അവരെ അംഗീകരിക്കാൻ ആ വിധത്തിൽ സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളും ഒറ്റപ്പെടുന്നു, അവരെ കുറ്റപ്പെടുത്തപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കടം.
അതേപോലെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും മുസ്ലിംസും എല്ലാം ഇവിടെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു മൈനോട്ടായിട്ടുള്ള ഗ്രൂപ്പുകള് അവരുടെ അജണ്ടകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന സാഹോദര്യത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തെ മുഴുവനും വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. അവരുടെ ചാക്കിലേക്ക് കയറ്റി വിടുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൺകെട്ട വിദ്യ കൊണ്ട് അവരെ മയക്കിയെടുക്കുന്ന ഒരു തന്ത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛാ, അതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കില്ല. അതായത് ഇസ്ലാമിസ്റ്റുകള് പാവപ്പെട്ട മുസ്ലിമുകളും നമ്മൾ പറഞ്ഞു, ആ പാവപ്പെട്ട മുസ്ലിമുകൾ ആരും ഇന്ന് വരെ ഈ വഖഫ് പോലുള്ള നിയമനിർമ്മാണങ്ങളൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ഏതൊക്കെ ചാനലിലോ സുനിത ദേവദാസിനോ ഒക്കെ കൊടുത്ത അഭിമുഖത്തിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു, അത് ഒരിക്കലും ഞങ്ങളുടെ ഭൂമിയല്ല, അത് അവരുടെ ഭൂമിയാണ്. അതിന് പറയുന്ന പേരാണ് വെച്ചാൽ തക്കിയ. ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ബഹുമാനപ്പെട്ട കമൽ ഭാഷ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും വഖഫിന്റേതല്ല, ഇത് വഖഫുമായിട്ട് അങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കം അതുപോലെ തങ്ങളടക്കം പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവര് ഇവിടെ ഈ പ്രദേശങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവര് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മുനമ്പം വിഷയം അത് വഖഫിന്റേതല്ല, അത് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല ഇപ്പം ഈ സേട്ടുവിന്റെ ഒക്കെ പിന്തുണക്കാരില് ഒരാള് ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് 1960 ശേഷമാണ് അവിടെ വഖഫിന്റെ ഒരു ബോർഡ് ഉണ്ടാകുന്നത്, അതിനു മുമ്പുള്ള ഭൂമിയൊന്നും തന്നെ വഖഫിന്റെ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്കും ഇത് മനസ്സിലായി, ഇത് ചതിയാണെന്നും ഇതിനകത്ത് അവരും വഞ്ചിക്കപ്പെടുന്നു, മുസ്ലിം സഹോദരങ്ങളും വഞ്ചിക്കപ്പെടുന്നു, അവർ ഒറ്റപ്പെടുന്നു, കുറ്റപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുള്ളത് കൊണ്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് അവരെ കാടടക്കം ആരെയും ആക്ഷേപിക്കാൻ കഴിയല്ല. ഇപ്പൊ സംഘപരിവാർ എന്തെങ്കിലും ചെയ്യുന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന 95% വരുന്ന ഹൈന്ദവ സഹോദരങ്ങള് അവരതുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. അതേപോലെ ക്രൈസ്തവരിൽ തന്നെ ചില ആളുകള് ചെറിയ കടുംപിടുത്തം പിടിക്കുന്നവരോ അല്ലെങ്കിൽ ആ വിധത്തില് എൻഡിയുമായിട്ടൊക്കെ യോജിച്ച് ക്രൈസ്തവരെ കൂടെ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ മെജോറിറ്റി ആയിട്ടുള്ള ആളുകളും അതിനകത്ത് ബാധ്യസ്ഥരല്ല. അപ്പം അത് നമുക്ക് ആ വിധത്തിൽ തന്നെ വേണം കാണണമെന്നുള്ളതാണ് എന്റെ പക്ഷം. ഈ മുനമ്പം ഇഷ്യൂ ജസ്റ്റ് ഒന്ന് പറയാം. മുനമ്പം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പ്യുവർലി ലീഗൽ ഇഷ്യൂ ആണ്, പ്യുവർലി ഡീഡ് ഇഷ്യൂ ആണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും വഖഫ് അല്ല എന്ന് ഡോക്യുമെന്റുകളാൽ തെളിയിക്കപ്പെടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് മുനമ്പം ഇഷ്യൂ. ആ ഇഷ്യൂവിനെ വേണ്ട രീതിയിൽ നിയമപരമായി നേരിടുക എന്നുള്ളതാണ് അതിനകത്തുള്ള സൊല്യൂഷനുള്ള ഏകമാർഗം. ഇത് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവർക്ക് പോലും അറിയാം, അത് ഇവിടെ വന്ന് ഈ സമരത്തിന് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം, ഇത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഇഷ്യൂ ആണ്, അതിന്റെ ഡോക്യുമെന്റൽ ഇഷ്യൂ ആണ്. ആ ഡോക്യുമെന്റ് പ്രകാരം മാത്രമേ അത് തീർപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒന്ന്, ഇത് ലീസ് പ്രോപ്പർട്ടിയാണ്. ഈ ലീസിന് വന്ന പ്രോപ്പർട്ടിയാണ് കൈമാറ്റം കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന വസ്തുവിന്റെ മേലെയാണ് ആളുകൾ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അത് പൂർണ്ണമായിട്ട് ഒരിക്കലും വഖഫ് അല്ലാത്തൊരു ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വഖഫ് എന്ത് പറഞ്ഞാലും, ഇത് എന്ത് നിയമനിർമ്മാണം നടത്തിയാലും ഇത് ലീഗലായിട്ട് കോടതി തീരേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയെ പറ്റി പറയാം. എല്ലാവരും സമരപ്പന്തലിൽ വന്നിരുന്ന് സമരം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഈ വഖഫ് ട്രിബ്യൂണൽ അങ്ങനെ വിധിച്ചു, ഇനി രക്ഷയില്ല, ഇനി കോടതികൾക്ക് സുപ്രീം കോടതിക്ക് പോലും നിവൃത്തിയില്ല, സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല ഈ വഖഫ് ട്രിബ്യൂണലിന്റെ മേലെ എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. അതാണ് നോൺസെൻസ് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്നത് ഇവർ വാക്കുകളിലൂടെയാണ്, ഇത്തരം പ്രസംഗങ്ങളിലൂടെയാണ്. എന്റെ കയ്യിലുള്ളത് 1995 ആക്ട് ആണ്. 1900 വഖഫ് ആക്ട് 1995, ആക്ട് നമ്പർ 43 ഓഫ് 1995, 22 നവംബർ 1994 ആസ് അമെൻഡഡ് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞ അതിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ ചാപ്റ്റർ 8 അധ്യായം ജുഡീഷ്യൽ പ്രൊസീഡിങ്സിനെ പറ്റിയാണ് പറയുന്നത്. 8 അധ്യായത്തിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിനെ പറ്റി പറയുക. അതില് 9ാമത്തെ സെക്ഷൻ, സബ്സെക്ഷൻ 9, അതിനകത്ത് 9ാമത്തെ സബ് ഹെഡിങ്, അത് ഞാൻ വായിക്കാട്ടോ. നോ അപ്പീൽ ഷാൽ ബി അഗെയിൻസ്റ്റ് എനി ഡിസിഷൻ ഓർ ഓർഡർ വെദർ ഇൻട്രീം ഓർ അതർവൈസ് ഗിവൺ ഓർ മെയ്ഡ് ബൈ ദി ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിന് മേലെ ഒരു അപ്പീലും നിലനിൽക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് അതിന് താഴെ പറയുകയാണ്, പ്രൊവൈഡഡ്
provided that a High Court may, on its own motion or on the application of the board or any person agree, call for and examine the records relating to any dispute, question, or other matter which has been determined by the tribunal for the purpose of satisfying itself as to the correctness, legality, or propriety of such a determination, and may confirm, reverse, or modify such a determination, or pass such other order as it may think fit. എന്ന് പറഞ്ഞാൽ ആക്ടിനകത്ത് തന്നെ പറയുന്നു ഹൈക്കോടതിക്ക് സുമോട്ടോ എടുക്കാം, അപ്പീല് ഏതെങ്കിലും പാർട്ടികളുടെ അപേക്ഷയിലെടുക്കാം, ബോർഡിന്റെ അപേക്ഷയിലെടുക്കാം. ഈ അപ്പീൽ പരിഗണിക്കുകയും ഈ ഓർഡർ തിരുത്തുവാനും പുനർനിർണയിക്കുവാനും പുനർനിശ്ചയിക്കുവാനും പുത്തൻ ഉത്തരവിടുവാനും ഹൈക്കോടതിക്ക് ഇവിടെ അധികാരമുണ്ട്. പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്ന മുഴുവൻ നേരെ തിരിച്ചു. ആ ഹൈക്കോടതിയുടെ വിധിക്ക് മേലെ ഓൾറെഡി ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിൽ നിൽക്കുന്ന അപ്പീൽ സുപ്രീം കോടതി നിൽക്കും. എന്താ നിൽക്കാത്തത്? അല്ല, അപ്പൊ പിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് സർക്കാർ നിയമ നടപടികൾ എടുക്കുന്നില്ല? സർക്കാർ ഇത് പഠിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഇത് ആകപ്പാടെ പഠിച്ചേക്കുന്ന ഈ ട്രൈബ്യൂണൽ പോലും ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബോർഡ് പോലും പഠിച്ചിട്ടില്ല. ഇതാണ് കുഴപ്പം. നിയമം അറിയാത്ത ആളുകളെ നിയമിക്കാനായിട്ടിരിക്കുകയും കാര്യക്ഷമതയില്ലാത്ത ആളുകൾ ഭരണകൂടത്തിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ജനതയുടെ ദുർവിധി എന്നല്ലാതെ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ കഴിയും? അച്ഛൻ, ഇത് നേരത്തെ എനിക്കിത് പറയണമെന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയാത്ത എന്താണെന്നറിയും, ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സപ്പിലും അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കും. ഞാനിപ്പം സൗദി രാജാവിന്റെ കാശ് മേടിച്ചിട്ടും ഖത്തറിൽ പോയി പൈസ മേടിച്ചോണ്ട് വന്നിട്ട് ഗോൾഡൻ വിസ വന്നു എന്നുള്ള, എനിക്ക് വന്ന പോലെ വക്കീലിനും വന്നു എന്നുള്ളത് എനിക്ക് വന്നിട്ടില്ല. ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ നമ്മുടെ ആളുകളാണ് കൂടുതലും പ്രചരിപ്പിക്കുന്നത് ഇതുപോലുള്ള മംഗത്തരങ്ങളൊക്കെ. ഇത് ക്രിസ്ത്യാനികളെ പ്രചരിപ്പിക്കുക, അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇത് അല്ല, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ വക്കീൽ റിവീൽ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ, ഞാൻ വക്കീലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ഇന്ന് വരെ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു ചാനൽ ചർച്ചയിലോ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള. ഇനി ഇത് കേട്ടിട്ട് ഇപ്പൊ നമ്മൾ ഈ ഡിസ്കഷൻ നടത്തിയത് കേട്ടിട്ട് എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാര്യക്ഷമമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് വരുന്നത് മുഴുവനും വങ്കത്തരങ്ങളായിരിക്കും. അതാണ് രസം. അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ പിക്ക് പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് അത് വന്നിട്ട് അവരുടെ ആശയങ്ങളായിട്ട് വലിയ അജണ്ടയായിട്ടൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് വരും. ഇതിനകത്ത് ഈ ഇസ്ലാമിസ്റ്റ് ചെയ്യുന്ന അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇപ്പൊ വക്കീൽ റിവീൽ ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന നാളുകളിൽ നടക്കാൻ പോകുന്ന കേരളത്തിൽ. കാരണം ഈ തിരുവിതാംകൂറും തെക്കൻ തിരുവിതാംകൂറും ഒക്കെ ഭരിച്ചിരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരാണ്. അത് നമ്മൾ മറക്കരുത്. രാജഭരണത്തിന് കീഴില് അതെല്ലാം തന്നെ തിയോക്രാറ്റിക് ആയിരുന്നു. എല്ലാ രാജാക്കന്മാരും തിയോക്രാറ്റിക് റൂൾ ആയിരുന്നല്ലോ. അവരെല്ലാം തന്നെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജഭരണങ്ങളായിരുന്നു നടന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നാളെ അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണെന്നും ഞങ്ങൾക്ക് തിരികെ വേണമെന്നും ഈ വഖഫ് ബോർഡിന്റെ നിർദ്ദേശം പോലെ തന്നെ അവർക്ക് മുന്നോട്ട് വെച്ചുകൂടെ എന്നുള്ളതാണ് ഇപ്പൊ വക്കീൽ പറഞ്ഞതിൽ നിന്ന് തന്നെ ഉള്ള എന്റെ ആശങ്കയും ഭയവും. തീർച്ചയായിട്ടും അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക തീവ്രവാദം ഒരു സൈഡിൽ കത്തി നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തെ ഒരു തീവ്രവാദമാണ് നാഷണലിസ്റ്റ് മൂവ്മെന്റുകളുടെ പേരിൽ ഇവിടെ നടക്കുന്നത്. അത് ഈ ദേശത്ത് നിന്ന് ഇവിടെ ഈ ദേശത്ത് ജനിച്ചു പൊന്നാക്കി മാറ്റിയ, ഇന്ത്യയാക്കി മാറ്റിയ, ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിനു മുമ്പിലേക്ക് തൈലൂറിപ്പിടിച്ച, നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തെ ഉയർത്തിയ, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയൊക്കെ ഉയർത്തിയ, നമ്മളെ എല്ലാ രീതിയിലും നവോത്ഥാനത്തിലേക്ക് നയിച്ച ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് അടിവേര് പറിച്ചു കളയാൻ പറ്റുന്ന രീതിയിലാണ് സംഘപരിവാർ ശക്തികൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളിലൂടെ അതികൂഢമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അത് ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ്. പക്ഷെ ഇപ്പോഴേ ചെയ്യുന്നതും തീവ്രവാദമാണെങ്കിൽ തീവ്രവാദം എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതെന്താ നമുക്ക് പറ്റാത്തതെന്നുള്ളതാണ്. ഒരു തീവ്രവാദിനെ നേരിടാൻ മറു തീവ്രവാദിനെ അല്ല കൂട്ടുപിടിക്കേണ്ടത്. അവിടെ നിയമമുണ്ട്, നിയമത്തെ കൂട്ടുപിടിക്കുക. എന്തുകൊണ്ട് ഒരാൾ പോലും ഈ മുൻപ് സംബന്ധിച്ചിട്ടുള്ള കേസുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, സുപ്രീം കോടതിയിൽ എന്താണ് ഇവർ പറയുന്ന പോലെ സുപ്രീം കോടതി പോയി ഈ ആക്ട് കളയാൻ ഒരു കേസ് കൊടുക്കാത്ത എന്താ, റിട്ട് മൂവ് ചെയ്യാത്ത എന്താ? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആണ്, ഇത് അട്ടർ വയലേഷൻ ആണ്. ഇത് കോൺഗ്രസ് സർക്കാരും ഇവിടുത്തെ കോൺഗ്രസ് സമൂഹവും കൂടിയിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒറ്റക്കൊടുക്കാൻ വേണ്ടി, ഇസ്ലാമിസ്റ്റുകൾക്ക് ശരീരത്തിന് വേണ്ടി ഒറ്റക്കൊടുക്കാൻ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറയുന്ന ടീമുകൾക്ക് എന്താണ്? ഈ നിയമം നിർമ്മിക്കപ്പെട്ട നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അത് ഇന്ത്യ മഹാരാജ്യത്തെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും നശിപ്പിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ മതേതരത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട്
അത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ സെഷൻസ് എടുത്ത് കളയണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പോകാൻ പറ്റാത്തത്? ഇവരായിട്ട് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഞാൻ അതിനകത്ത് തയ്യാറാ പോകാൻ, എന്തൊക്കെ ഹിഡൻ അജണ്ട കൂടി ഉണ്ട്. ഞാൻ അതിനകത്ത് തയ്യാറാ ഹിഡൻ പോകാൻ. പക്ഷെ ഇതിനകത്ത് ഫണ്ടാണ് പ്രശ്നം. സുപ്രീം കോടതിയിൽ ഒരു വക്കീലിന്റെ അടുത്ത് പോയി കൊള്ളാവുന്ന ഒരു വക്കീലിന്റെ അടുത്ത് കേസ് കൊടുക്കണമെങ്കിലുള്ള ഫണ്ട് എത്രയാണെന്ന് അറിയാലോ. ആ ഫണ്ടാണ്. ഞാൻ പോകാൻ തയ്യാറാ. അതാണ് ഈ ജനത്തിന് കൊടുക്കേണ്ട യഥാർത്ഥ നീതി. അല്ലാതെ അവിടെ പോയി കിടന്നിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുകയല്ല ഈ ജനത്തിന്റെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ചെയ്യേണ്ടത്. ഞാൻ ഇതിനകത്ത് അച്ഛന്മാരെ കുറ്റം പറയില്ല. കാരണം അച്ഛന്മാര് തീർച്ചയായിട്ടും ക്രൈസ്തവ പുരോഹിതന്മാരും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും ഒരു കാരണവശാലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏഴാമൂലികളായിട്ട് വർക്ക് ചെയ്യേണ്ട അതിന്റെ ഒരു ആവശ്യമില്ല. അത് ചെയ്യത്തില്ല, ഇന്ന് വരെയില്ല. അവര് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പക്ഷം ചേരുന്നു. പക്ഷെ അതിനെ മറ്റുള്ളവർ മുതലാക്കുകയാണ്. ആ മുതലാക്കുന്ന നടപടിയാണ് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടേണ്ടത്. അതല്ലെങ്കിൽ മുൻപ് സമരം വിഴിഞ്ഞ സമരം പോലെ പൊളിഞ്ഞു പോകും. തീർച്ചയായിട്ടും. മാത്രമല്ല വക്കീലെ, വേറൊരു ആശങ്കയും കൂടെ എനിക്ക് ഇതിനകത്തുണ്ട്. ഇപ്പൊ വക്കീൽ പറഞ്ഞതുപോലെ ഈ വിധത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കേരളത്തില് ക്രൈസ്തവരെ കൂട്ടുപിടിക്കുന്ന ആളുകൾ ഇതിന്റെ അപ്പുറം വിട്ടു കഴിഞ്ഞാൽ, കേരളത്തിന്റെ അതിർത്തികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇവിടെ നിന്നും തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ഉടനെ തന്നെ പറയും ഇത് കേരളത്തിന്റെ കാര്യം കേരളത്തിൽ നോക്കിയാൽ പോരെ, അവിടുത്തെ കാര്യം അവിടുത്തെ ആളുകൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് തട്ടാമുട്ടി പറയും. വക്കീൽ പറഞ്ഞ ഒരു കാര്യം കൂടെ അതിനകത്ത് വളരെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോണം എന്ന് പറയുന്ന ആളുകൾക്ക് ക്രൈസ്തവ മൂല്യം ഇവിടെ നിൽക്കരുതെന്ന് വളരെയധികം കൊതിയുണ്ട്. അപ്പൊ അതിന് അടിവേര് മാന്തണമെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു നീക്കം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നന്നായിട്ട് അവർക്കറിയാം. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങളെ പ്രകോപിപ്പിക്കുകയും അവര് ഇതിനെതിരെ പോയി കോടതികളിൽ പോയി നിയമ നിർമ്മാണങ്ങളൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ സർക്കാരിൽ ആ വിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് ഇവിടുത്തെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കളിയാണ്. അപ്പം ഈ ഇത് ആടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പോളിസിയും കൂടിയാണ് ഇവർ എടുക്കുന്നതെന്നുള്ളത് നമ്മുടെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും വക്കീലായാലും ഞാനായാലും എന്നെ പിന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ കാണുന്നത്, വക്കീലിനെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടും. ഇതൊക്കെയാണ് ഏറ്റവും രസാവഹമായ കാര്യം. സത്യം പറയുന്നവരെയൊക്കെ ഏത് വിധത്തിൽ ഓരോ ചാപ്പ് കുത്തി ക്രൂശിക്കാമെന്ന് ചിന്തിക്കുന്ന നല്ല വിശുദ്ധരായ ആളുകളും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് കൂടെ ഓർപ്പിക്കുകയാണ് സമയത്ത്. പറഞ്ഞാട്ട് വക്കീല്. അതെ, ഈ അച്ഛനിപ്പോ നോർത്ത് ഇന്ത്യയിലെ കാര്യം പറഞ്ഞല്ലോ. നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ട. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീക്ക് വീട്ടിൽ വീതം കിട്ടിയ സ്ഥലം, ആ സ്ഥലത്തിന്റെ ഒരു മൂലയില് 1/2 ഏക്കറോളം സ്ഥലം അങ്ങ് വളച്ചെടുത്തിട്ട് ഒരു ക്ഷേത്രം പണിതു. എന്നിട്ട് പറയാണ് ഞങ്ങൾ ദേവപ്രശ്നം ചെയ്തപ്പോ ഇത് ക്ഷേത്രമാണ്, ഇത് പണ്ട് ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ പണിത് അവിടെ പൂജ തുടങ്ങി. അല്ല, അതിന് പൈസ ഒന്നും കൊടുത്തില്ല, അതിന്റെ കോമ്പൻസേഷൻ ഒന്നും കൊടുത്തില്ലേ? എന്ത് കോമ്പൻസേഷൻ? അവർ പിടിച്ചെടുക്കല്ലേ. ഈ കന്യാസ്ത്രീ വിറ്റതല്ലോ. ശരി. കന്യാസ്ത്രീ വിറ്റ ഭൂമിയല്ല. ഇതൊന്നും നമ്മുടെ ആളുകൾ മിണ്ടുന്നുമില്ലല്ലോ, സംസാരിക്കുന്നില്ല, കേൾക്കുന്നുമില്ലല്ലോ. ഇല്ല, അത് മിണ്ടരുത്. കാരണം ഇവര് നമ്മുടെ പക്ഷത്താണല്ലോ ഇപ്പം. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം, കേരളത്തിന് പുറത്തേക്ക് വെക്കോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനം, കേരളത്തിന് പുറത്തേക്കുള്ള ഏത് സംസ്ഥാനത്ത്, ഇപ്പൊ തമിഴ്നാട് ഒഴികെ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മുടെ ആളുകളോട് തിരിച്ചു പോകാനാ പറയുന്നത്. സിസ്റ്റേഴ്സിനോട് സ്ഥാപനങ്ങൾ നിർത്തി പോകാൻ പറയുന്നു. അച്ഛന്മാരുടെ പള്ളി അവിടുന്ന് മാറ്റാൻ പറയുന്നു, തിരിച്ചു പോകാൻ പറയുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ഭൂമികളാണ്. എനിക്ക് തോന്നുന്നു വക്കീലെ, നമുക്ക് അത് വിശദമായി തന്നെ ചർച്ച ചെയ്യണം. നമുക്കെങ്ങനെ ഒന്നോ രണ്ടോ വാചകത്തിൽ ഒതുക്കാവുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് രാഷ്ട്രീയതയുടെ ആ ഭീകരത നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നെങ്കിലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്തെ കാപഠ്യങ്ങൾ തുറന്നു കാണിച്ചേ പറ്റുള്ളൂ. അത് രണ്ടു കൂട്ടരെ, ഇസ്ലാമിസ്റ്റിന്റെ ആയിരുന്നാലും ശരി, സംഘപരിവാറിന്റെ ആയിരുന്നാലും ശരി, അതിനെക്കുറിച്ച് കൃത്യമായ വിശകലനങ്ങൾ നമ്മൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഇത് കൃത്യമായി ചർച്ച ചെയ്ത ആളുകൾ ഇതിനെക്കുറിച്ചൊരു അവബോധമുള്ളവരായി തീരണം. ഇപ്പോൾ നടക്കുന്ന ഈ ജിമ്മിക്കുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്ന് കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ഈ വലിയ ഐക്യദാർഢ്യങ്ങളൊക്കെ തന്നെ വേറെ തലങ്ങളിലേക്ക് തിരിയുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും സമയം വക്കീൽ ഈ കാര്യങ്ങൾ വളരെ ആർജവത്വത്തോടുകൂടെ, ഒരു പക്ഷെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. എങ്കിലും ഈ സത്യം വിളിച്ചു പറയാൻ തക്കവണ്ണം വക്കീൽ കാണിച്ച സന്മനസ്സിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. പൊതുസമൂഹം, മതേതര സമൂഹം വക്കീലിനോട് ഈ കാര്യത്തിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.